CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി റോഡ് പുനരുദ്ധാരണം അന്തിമഘട്ടത്തിൽ. ഏറെക്കാലമായി നാട്ടുകാരെയും യാത്രക്കാരെയും വലച്ച കുന്നംകുളം നഗരസഭ ടൗൺ ഹാൾ ഏകലവ്യൻ സ്മാരക ലൈബ്രറി ലിങ്ക് റോഡിന്റെ ദുരിതയാത്രയ്ക്ക് ഒടുവിൽ വിരാമമാകുകയാണ്. റോഡിന്റെ ദയനീയാവസ്ഥയും കാൽനടയാത്രക്കാരും വാഹന ഡ്രൈവർമാരും നേരിടുന്ന പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി CCTV നൽകിയ നിരന്തര വാർത്തകളെ തുടർന്നാണ് നടപടി. തകർന്നടിഞ്ഞ റോഡ് പൊളിച്ചുമാറ്റി ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റു പ്രധാന ഭാഗങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. എന്നാൽ മഴ പെയ്താൽ റോഡിൽ വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നത് പതിവായിരുന്നു. കുഴികളുടെ ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും വലിയ ജനരോഷത്തിന് ഇടയാക്കിയിരുന്നു. ടൗൺഹാൾ പരിസരത്തെ ഓട്ടോ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും റോഡിന്റെ തകർച്ച വലിയ തിരിച്ചടിയായിരുന്നു. CCTV വാർത്തകളും നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യങ്ങളെയും തുടർന്നാണ് നഗരസഭ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടത്. റോഡിലെ കുഴികളും വെള്ളക്കെട്ടും സൃഷ്ടിക്കുന്ന അപകടാവസ്ഥ കണക്കിലെടുത്ത് വാർഡ് കൗൺസിലർ മിനി മോൻസി നൽകിയ അപേക്ഷയും ടൗൺഹാൾ ഓട്ടോറിക്ഷ പാർക്കിലെ തൊഴിലാളികളുടെ അഭ്യർത്ഥനയും പരിഗണിച്ച് നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു. വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതായി കണ്ട് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തി നടത്തുന്നതിന് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകി ഇന്റർലോക്ക് നിർമ്മാണം ആരംഭിച്ചു. പെട്ടെന്ന് തകർന്നു പോകാതെ കൂടുതൽ കാലം ഈടുനിൽക്കുന്ന രീതിയിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചാണ് റോഡ് പുനരുദ്ധരിക്കുന്നത്. ടൗൺഹാളിന് മുന്നിൽ നിന്നാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ എന്നിവർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. റോഡ് സഞ്ചാരയോഗ്യമാകുന്നതോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഡ്രൈവർമാരും.